അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്നറിയാതെയാണ് ഇന്ദിരയുടെ മന്ത്രിമാർ ജൂൺ 26-ന് കിടക്കപ്പായി വിട്ടെഴുന്നേൽക്കുന്നത്. ഒരു ധാരണയുമില്ലാതെ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡം അന്ന് ഉറക്കമുണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കച്ചടവുകളിലിരുന്ന് വിറങ്ങലിപ്പോടെ രാജ്യം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇന്ദിരയെ കേട്ടു. രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. പരിഭ്രമിക്കാനൊന്നുമില്ല. The president has proclaimed emergency. This is nothing to panic about. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ നടുക്കിയ അടിയന്തരാവസ്ഥ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ അർദ്ധരാത്രി തന്നെ പ്രധാന പത്രമാഫീസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. 26-ാം തീയതി പത്രങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള നടപടിയായിരുന്നു അത്. ജയപ്രകാശ് നാരായൺ, മുലായം സിംഗ് യാദവ്, രാജ് നാരായൺ, മൊറാർജി ദേശായി, കൃപാലിനി, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ പ്രധാന നേതാക്കളൊക്കെയും അറസ്റ്റിലായി. കോൺഗ്രസ് ഇതര പാർട്ടിയുടെ നേതാക്കളും അണികളുമൊക്കെ വ്യാപകമായി ഇതിൽ ഉൾപ്പെട്ടു. നിയമസഭാ അംഗങ്ങൾ, വിദ്യാർത്ഥി നേതാക്കൾ, എഴുത്തുകാർ, ട്രേഡ് യൂണിയനിസ്റ്റുകളൊക്കെയും അറസ്റ്റിലായി. വിസ നിയമത്തിന്റെ പരിധിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ അറസ്റ്റിലായി. കണക്കനുസരിച്ച് വിസ നിയമത്തിൽ വിചാരണയില്ലാതെ 36,000 പേർ അന്ന് ജയിലിൽ കിടന്നു. എല്ലാ പൗരസ്വാതന്ത്ര്യങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. മൗലികാവകാശ ലംഘനങ്ങളിൽ സുപ്രീം കോടതിയിൽ റിട്ടുകൾ ഫയൽ ചെയ്യാനുള്ള അവകാശങ്ങൾ റദ്ദായി. പത്രങ്ങൾക്ക് മേൽ മുൻകൂർ സെൻസർഷിപ്പുകൾ ഏർപ്പെടുത്തി. കാർട്ടൂണുകൾ, ലേഖനങ്ങളെല്ലാം സെൻസർ ചെയ്യപ്പെട്ടു. പ്രസ് കൗൺസിൽ പിരിച്ചുവിടപ്പെട്ടു. മുഖ്യധാരാ മാധ്യമപ്രവർത്തകരടക്കം 253 മാധ്യമപ്രവർത്തകർ ജയിലിലായി. ലോക് സംഘർഷ സമിതി തുടങ്ങിവെച്ച സത്യാഗ്രഹത്തിനൊടുക്കം 80,000 സത്യാഗ്രഹികൾ ജയിലിലായി. ഇന്ത്യൻ ഫെഡറേഷൻ പൊടുന്നനെ യൂണിറ്ററി സംവിധാനമായി മാറി. സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളും അധികാരങ്ങളും റദ്ദു ചെയ്യപ്പെട്ടു. സംസ്ഥാന ദേശീയ തെരഞ്ഞെടുപ്പുകൾ റദ്ദായി. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കുപ്രസിദ്ധമായ നിർബന്ധിത വന്ധ്യംകരണം അരങ്ങേറി. സുപ്രീം കോടതി കീഴടങ്ങുകയും ADM ജബൽപൂർ കേസ് പോലെയുള്ള കുപ്രസിദ്ധമായ വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഹേബിയസ് കോർപ്പസ് റിട്ടുകൾ റദ്ദു ചെയ്യപ്പെട്ടു. അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്ന ഫലി നരിമാൻ പദവിയിൽ നിന്നും രാജിവെച്ചു. ബംഗാളി എഴുത്തുകാരൻ ആനന്ദ് ശങ്കർ റേ ഇനി എഴുതില്ലെന്ന് പ്രഖ്യാപിച്ചു. ഫണീശ്വർനാഥ് രേണു പത്മശ്രീ തിരിച്ചേൽപ്പിച്ചു. ശിവരാമ കാരന്ത പത്മഭൂഷൺ മടക്കി നൽകി. 1975 മുതൽ 1977 വരെ 21 മാസം നീണ്ടുനിന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ദുരിതങ്ങൾക്ക് എണ്ണമോ കണക്കോ ഇല്ല. ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ് നാരായൺ അലഹബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഒരു ഇലക്ഷൻ പെറ്റീഷനാണ് എല്ലാത്തിനും വഴിത്തിരിവാകുന്നത്. ഇന്ദിരാഗാന്ധി വ്യാപകമായ തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തിയെന്നാണ് രാജ് നാരായൺ കേസിൽ ആരോപിച്ചത്. ഇന്ദിരയുടെ ഇലക്ഷൻ പ്രചരണത്തിനുൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്തെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് പരിധി കടന്നുവെന്നും എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചെന്നും സ്റ്റേജ് നിർമ്മിക്കാനുൾപ്പെടെ സൈനിക സഹായം സ്വീകരിച്ചെന്നുമൊക്കെ ആരോപിക്കപ്പെട്ടു. ഒടുക്കം അലഹബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ ഇലക്ഷൻ റദ്ദാക്കുകയും 6 വർഷത്തേക്ക് ഇന്ദിരയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച ഈ വിധിക്കെതിരെ ഇന്ദിര സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ അലഹബാദ് ഹൈക്കോടതി വിധി ഉയർത്തിപ്പിടിക്കുകയും എന്നാൽ താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. ഇന്ദിരയോട് പ്രധാനമന്ത്രിയായി തൽക്കാലം തുടർന്നോളാനും എന്നാൽ പാർലമെന്റിൽ വോട്ട് ചെയ്യുന്നതുൾപ്പെടെ എല്ലാ പാർലമെന്ററി പ്രിവിലേജുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. കൈവെള്ളയിൽ നിന്നും എല്ലാം ചോർന്നു പോകുന്നുവെന്ന് കണ്ട ഇന്ദിര ക്യാബിനറ്റുമായി യാതൊരു ചർച്ചയ്ക്കും വഴിവെക്കാതെ അന്ന് രാത്രി തന്നെ രാഷ്ട്രപതിയോട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു. അങ്ങനെയാണ് അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നത്. 21 മാസത്തെ അടിയന്തരാവസ്ഥയ്ക്കൊടുവിൽ 1977 ഇന്ദിരയെ രാജ്യം പരാജയപ്പെടുത്തി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വന്നു. ആധുനിക ഇന്ത്യ ചരിത്രം അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായി വിഭജിക്കപ്പെട്ടു. ഭരണഘടനയിൽ സമൂലമായ പരിവർത്തനങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്തുടനീളം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. സുപ്രീം കോടതി പോലും മുട്ടുമടക്കി. ഇവിടുത്തുകാർക്ക് ആരും തുണയില്ലാതായി. 1975 ഇതേ ദിവസമാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രാജ്യം അടിയന്തരാവസ്ഥയുടെ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് മോദി യുഗം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അടിയന്തരാവസ്ഥയുടെ അടയാളം തിരിച്ചറിയാൻ സാധിക്കുന്നതും അത് നമ്മെ അലോസരപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയൊരു തിരിച്ചുപോക്കിലേക്ക് പോകാതിരിക്കാനാണ് നാം ഇനിയും ഒച്ച വയ്ക്കേണ്ടത്.